അത് ചെയ്തത് മുസ്തംജിന്ന് വിഭാഗമാണ്. ആയത്ത്. ഇനി 2 കള്ള ഹദീസ് ഉണ്ടാക്കിയതാരാ? ഏത് കുടുംബത്തിൽ നിന്ന് വന്നവനാ കള്ള ഹദീസ് ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് റസൂലിന്റെ പേരിൽ വെച്ചുകെട്ടി നുണ പറഞ്ഞവനാരാണ്? അതിന് ആധികാരികത ഉണ്ടാക്കിയവനാരാണ്? ഇത് വളരെ കൃത്യമാണ്. കേട്ടോ ഹദീസ്. എന്താണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഹദീസ്? അല്ലാഹ് ഹലാലാക്കിയ ഒരു 2ാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കെട്ടിയിരുന്നു എന്ന് വിചാരിച്ചിട്ടാ. സത്യം. പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ, ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലവിമാര് 2 എട്ടുണ്ട്, ഓൾക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. പടച്ചോനാണ് ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കുന്ന, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേട് വന്നു പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അതിന് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ?